ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജന്മലി ജോ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ആലപ്പുഴക്കാരൻ്റെ കോട്ടയംകാരിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലാണ്. ഇനിയുള്ള എൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് എൻ്റെ ചെറിയ ചെറിയ ഇസ്രായേൽ യാത്രകളും എൻ്റെ ചെറിയ പാചക പരീക്ഷണങ്ങളും ബ്യൂട്ടി വ്ളോഗ്സും ഫാഷൻ വ്ളോഗ്സും ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് യാത്ര ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ നിങ്ങളെ കാണാൻ പോകുന്നത് എൻ്റെ നാട്. ഞാൻ 5 വർഷമായി ഇസ്രായേൽ വന്നിട്ട്. ഈ 5 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരേ പ്ലേസിൽ തന്നെയാണ്. റമത് ഗാൻ എന്ന് പറയും. റമത് ഗാൻ എന്നാണ് പ്ലേസിൻ്റെ പേര്. റമത് ഗാൻ വിശേഷങ്ങളും റമത് ഗാനിൽ ഞാൻ എൻ്റെ ഡെയിലി ഡ്യൂട്ടി ടൈമിൽ ഞാൻ എൻ്റെ പേഷ്യൻറ്റുമായിട്ട് പുറത്ത് പോവുകയാണെന്ന്. പുറത്ത് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഒരു മെയിൻ റോഡാണ്. ഇവിടെ ഇപ്പോൾ ടാക്സി വരും. ഞാൻ ടാക്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു 5 മിനിറ്റ്സ് വോക്ക് കഷ്ടിച്ചേ ഉള്ളൂ. പക്ഷേ എൻ്റെ പേഷ്യൻ്റ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നടന്നു പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ടാക്സി ഇതാ മേളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ ടാക്സിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഇത് 1 വേ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ചുറ്റിക്കറങ്ങി ആ സ്ട്രീറ്റിൻ്റെ നമുക്ക് പോകേണ്ടത് 35-ലാണ്. ബിയാലിക് 35-ൽ എത്തും. അപ്പം ഞാനിവിടെ എത്തി. ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കോഫി ഷോപ്പ് ഇവിടെയുണ്ട്. റൊളദിൻ എന്നാണ് പേര്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ആയതുകൊണ്ട് ഇവിടെ ക്യൂ ആണ്. ക്യൂ നിന്നെങ്കിൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ആൾക്കാരെല്ലാം ക്യൂ നിൽക്കുവാണ്. ഞാനും ക്യൂ നിൽക്കുക. ഞാനും ഇപ്പോൾ ക്യൂവിലാണ്. ഞാൻ ഇവരുടെ പോക്കറ്റിലാണ്. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എനിക്ക് സാധനം വാങ്ങണമെങ്കിൽ പതുക്കെ നിന്ന് കയറാനേ പറ്റുള്ളൂ. കോഫി മേടിക്കുന്ന സ്ഥലവും കോഫി ഷോപ്പും വീടും എടുക്കാൻ പറ്റിയില്ല. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫോണുമായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ബിയാലിക്. ഇവിടെയാണ് ഞാൻ എപ്പോഴും വരാറുള്ളത്. ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുള്ളിങ്ങനെ കിടക്കുവാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോവാണ്. ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം, കൂടുതലും ഡ്രസ്സ്, ചെരുപ്പ്, ഫുഡ് ആണ് ഇവിടെ മെയിൻ. ചെരുപ്പ് കടയിൽ ഒരു ചെരുപ്പ് വാങ്ങാനാണ് ഞാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഫുഡിൻ്റെ കടകളുണ്ട്. ആൾക്കാരെല്ലാം പുറത്ത് ഇഷ്ടംപോലെ ഉണ്ട്. കൊറോണയുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കടയ്ക്കകത്ത് നമുക്ക് കുറച്ച് കയറാൻ കുറച്ച് താമസം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കടകളിലും ഇല്ല, ചെറിയ കടകളിൽ മാത്രം. വീഡിയോ എടുക്കുന്നത് കൈ പിടിച്ചാണ്, അതുകൊണ്ട് ഷേക്ക് ആവുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലാണ് ചെരുപ്പ്. നമുക്ക് അതുകൊണ്ട് ക്രോസ് ചെയ്യാം. വണ്ടി നിർത്തി തന്നു. ഞാൻ ക്രോസ് ചെയ്യുവാണ്. നമ്മളവിടെ ക്രോസ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കൊറോണ വന്നതുകൊണ്ടും പിന്നെ കുറേ ഷോപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് അവിടെയെല്ലാം പുതിയ ഫുഡിൻ്റെ കടകൾ, റെസ്റ്റോറൻറ്റുകളും അങ്ങനെയെല്ലാം ഉള്ളതെല്ലാം
ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ. എല്ലാ കടകളിലും ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ നടക്കുവാണ്. താങ്ക്സ് ഗിവിങ് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടൊരു സെയിൽ ഉണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞു ഓൾറെഡി. കഴിഞ്ഞ തേഴ്സ്ഡേ ആയിരുന്നു താങ്ക്സ് ഗിവിങ് ഡേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മിക്ക കടകളിലും ഓഫറുകൾ നടക്കുന്നുണ്ട്. അതിലൊരു ഓഫർ നടക്കുന്ന കടയിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ ഇപ്പോഴും ആ ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കണ്ടായിരുന്നു. ആ കട എത്താറായി, നമുക്ക് നോക്കാം. 50% ഓഫ് ബ്ലാക്ക് ഫ്രൈഡേ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കട. ഇപ്പോൾ ഇവിടെ കടയൊക്കെ പണിത് പുതിയത് പണിത് വരുന്നതേ ഉള്ളൂ. ഇതാണ് ആ കട. ഞാനിവിടെ ഒരു വെള്ള ഷൂ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ള ഷൂ എടുക്കാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പം ഞാൻ ചെരുപ്പ് ട്രൈ ചെയ്തു. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം അല്ലേ? അപ്പം ഇതെടുക്കാം. ഞാൻ പുതിയ ഷൂ വാങ്ങി. എൻ്റെ പുതിയ ഷൂ ഇത് നമുക്ക് ബില്ലടിക്കാം. ഒരുപാട് ഷൂ ഉണ്ട്. അപ്പം ഞാനങ്ങനെ അവിടെ നിന്ന് ഷൂ വാങ്ങിച്ചു. അപ്പം ഷൂ വാങ്ങിക്കാൻ നേരം അവരെന്നോട് അവരുടെ ക്ലബ് മെമ്പറാണോ എന്ന് ചോദിച്ചു. അവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ അതിന് 50% ഓഫർ ഉണ്ടായിരുന്നു. 249 ഷെക്കലിൻ്റെ ഷൂ ഞാൻ 124 ഷെക്കലിനാണ് വാങ്ങിച്ചത്. അങ്ങനെ 20 ഷെക്കലും കൂടെ കൂടുതൽ കൊടുത്ത് ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുത്തു. കാരണം ഞാൻ എപ്പോഴും പൊതുവെ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത് ചെരുപ്പെല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് 20 ഷെക്കലൂടെ കൊടുത്ത് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ ഷൂ വാങ്ങിച്ചത്. ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ടാണ് അവരുടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 50% വരെ ഏത് ചെരുപ്പെടുത്താലും 50% വരെ ഓഫറുണ്ട്. ഇത് സ്കൂപ്പ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഷോറൂമാണ് റമത് ഖാനിൽ ബിയാലിക്കിലുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഷൂ വാങ്ങി. പിന്നെ നമുക്ക് പുറത്തോട്ട് വീണ്ടും എൻ്റെ അമ്മച്ചി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇല്ല, ഞാൻ എടുക്കും. എന്നെ കാത്തു നിൽക്കുന്ന എൻ്റെ ചേച്ചി കൊച്ചിനെ ഫോൺ ചെയ്തുകൊണ്ട് എടുക്കല്ലേ എന്ന്. ഇല്ല ഒളിച്ചു നടക്കാൻ സമ്മതിക്കില്ല. എടുക്കും. എൻ്റെ കൂട്ടുകാരി ചേച്ചിയായിരുന്നു.
കൂട്ടുകാർ ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി, ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ടുള്ള കൂട്ടുകാരാണ്. അപ്പോൾ ചേച്ചി ഞാൻ ആ കടക്കകത്ത് ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ചേച്ചിയെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നതാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ചേച്ചി ഇതിൻ്റെ തൊട്ടടുത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഞാനപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബിൽഡിങ് പണിയുന്നതിൻ്റെ ഇവിടെയൊക്കെ ഷോപ്സ് ആയിരുന്നു, അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തു. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ നിർത്തി. എല്ലാ കടകളിലും വിൻ്റർ ക്ലോത്ത്സൊക്കെ ആവാൻ തുടങ്ങി. ഫുള്ള് വിൻ്റർ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ വളരെ മനോഹരമായൊരു വിശാലമായ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അത് പൊതുവായിട്ട് പബ്ലിക്കായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ആർക്ക് വേണേലും അവിടെ എവിടെ വേണേലും പോയിരിക്കാം. ഇഷ്ടം പോലെ ട്രാവലുണ്ട്. എനിക്കിപ്പോൾ ആ സൈഡിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ പോവുകയാണ്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവരോട്. അപ്പോൾ ഇതെല്ലാം സ്ട്രീറ്റ് ഫുൾ ഇതുപോലെ കടകളാണ്, ഓരോ ബ്രാൻഡ് ഷോപ്സാണ്. ഇത് ക്രേസി ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബ്രാൻഡ് ഷോപ്പാണ്. നല്ല നല്ല ജാക്കറ്റുകളും ഇതൊക്കെയാണ് ഡിസ്പ്ലേ. ഇതുണ്ടോ ബ്ലാക്ക് ഫ്രൈഡേ 30% ഓഫ്. ഇവിടെ ഈ കടയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ക്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ക്യൂ ആണ്. ഇവിടെ കുറച്ച് ആൾക്കാരെ 10 പേരെ എങ്ങാണ്ട് മാത്രമേ ഇവർ ഉള്ളിൽ ഒരു സമയത്ത് ഇവർക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കൂട്ടം ഉള്ളിടത്തെല്ലാം ഇതുപോലെ ചേട്ടന്മാർ വാദ്യോപകരണങ്ങളൊക്കെ ആയിട്ട് വായിക്കാനിരിപ്പുണ്ട്. ചിലർ പാട്ട് പാടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ബോറടിക്കുകയില്ല. ഞാൻ ചെയ്യാം. ഇതൊരു വേറെ ക്ലബ്ബായിരുന്നു. ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാർ വരുന്നത്. ആ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത്. ഇപ്പം കൊറോണ വന്നതുകൊണ്ട് അതെല്ലാം ക്ലോസ് ഡൗൺ ചെയ്തു. ഞാൻ വീണ്ടും എൻ്റെ പഴയ കോഫി ഷോപ്പിൻ്റെ മുന്നിൽ കൂടെ തന്നെ പോവുകയാണ്. ഇതിനടുത്തും ചെരുപ്പ് കടയൊക്കെ ഉണ്ട്, പക്ഷേ ആ കടയിലാണ് ഞാൻ സാധാരണ ചെരുപ്പ് മേടിക്കാറ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടകളോടൊരു പ്രത്യേക താല്പര്യം കാണില്ലേ, അതുപോലെ. പിന്നെ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്ട്രീറ്റ് ഫുള്ളും. പിന്നെ ഇത് ഇസ്രായേലികളുടെ 7 തിരി ഹാനുക്കായ്ക്ക് ഇവർ കത്തിക്കുന്ന, ഇനി ഇവരുടെ ഹാനുക്ക വരുന്നുണ്ട്. അപ്പോൾ ആ ഹാനുക്ക എന്ന് പറഞ്ഞ് തിരി കത്തിക്കുന്ന ഒരു തിരുനാളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ കാണിക്കാം. അന്ന് ഇവർ കത്തിക്കുന്ന വിളക്കാണ്. ഇതിൽ മെഴുകുതിരി വെച്ചിട്ടാണ് ഇവർ കത്തിക്കുന്നത്. അതിൻ്റെ ഓരോ സൈസിലുള്ള വിളക്കുകൾ ഓരോ ഡിസൈനിലുള്ളതുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരുടെ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഷോപ്പാണ്. ഇവിടെ ഒരു നല്ലൊരു പൂച്ചക്കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും എൻ്റെ അമ്മച്ചിയും ആൾക്കാരും അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അവരെ കാണിക്കുന്നില്ല, അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്ന മോശമല്ലേ. അപ്പം ഞാൻ വീണ്ടും എൻ്റെ സ്ഥലത്തേക്ക് ഹായ് ഷാലോം എത്തിയിരിക്കുവാണ്. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം കോഫി ഷോപ്പായിരുന്നു. ബസ് കാരണം കാണത്തില്ല. നമുക്കിപ്പോൾ കോഫി ഷോപ്പിനുള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ നടപ്പൊക്കെ കഴിഞ്ഞ് ചെരുപ്പ് മേടിച്ച് വന്നു കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ബെഞ്ചുണ്ട്, ബെഞ്ചിലിരിക്കുവാണ്. അപ്പം ഇന്ന് വലിയ ഒരു ട്രയൽ വ്ളോഗെന്ന് വേണേൽ പറയാം. എങ്ങനെ വ്ളോഗ് എടുക്കാം, എന്നെക്കൊണ്ട് എത്രത്തോളം പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയൊരു വ്ളോഗാണ്. ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനിത് പോസ്റ്റ് ചെയ്യുവാണ്. ഇങ്ങനെ ചെയ്തല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പം ഞാൻ പബ്ലിക് പ്ലേസിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മാസ്ക് മാറ്റാത്തത്. അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു ചെറിയ ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ 5 വർഷമായിട്ടുള്ള സ്ഥലം. ഇവിടെ ഈ റമദാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. വളരെ തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ബിയാലിക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് പല കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടച്ചതുകൊണ്ട് നമ്മളല്ലാതെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് കോഫിയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിലെത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.